സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു ഇൻകമാണ്. ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കസ്റ്റമറിന് വിൽക്കുന്നു. സാധനം വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. ആ പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ഇൻകമാണ്. എക്സാമ്പിളായിട്ട് സോൾഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 10,000. 10,000 രൂപയ്ക്ക് നമ്മൾ എന്ത് കൊടുത്തു? സാധനം വിറ്റു. എന്ത് സാധനമാണ് വിറ്റത്? ഫർണിച്ചറാണ് നമ്മൾ വിറ്റത്. ഫർണിച്ചർ നമ്മൾ വിറ്റു, നമുക്ക് ഡയറക്റ്റ് കയ്യിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസറ്റാണ്. ഇവിടെ അസറ്റ് കൂടി, കാരണം നമ്മളെ കയ്യിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ട്, അസറ്റ് കൂടി. അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡെബിറ്റാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കൊടുത്തത് എന്താണ്? ഫർണിച്ചറാണ് വിറ്റത്. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. ഇവിടെ അസറ്റ് കുറയുന്നു, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫർണിച്ചർ കുറയുന്നു, കാരണം പുറത്തോട്ട് പോയി, സാധനം കസ്റ്റമർ കൊണ്ടുപോയി. അപ്പോൾ അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു, 10,000 കാണിച്ചു. ഫർണിച്ചർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, എത്ര കാണിച്ചു? 10,000 കാണിച്ചു. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 5,000. ഇവിടെ നമ്മൾ വിൽക്കുന്നത് എന്താണ്? ഗുഡ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഈ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഗുഡ്സ് വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സെയിൽസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട് 5,000 രൂപ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇവിടെ കൂടി, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ സെയിൽസ് നമ്മൾ പറഞ്ഞു, ഗുഡ്സ് വരുമ്പോൾ നമ്മളവിടെ സെയിൽസ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ആദ്യമേ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു ഇൻകമാണ്, ഒരു വരുമാനമാണ്. ഇവിടെ നമുക്ക് വരുമാനം കൂടുന്നു. അപ്പോൾ ഇൻകം കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, 5,000 കാണിച്ചു. സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു, എത്ര കാണിച്ചു? 5,000 കാണിച്ചു. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് 15,000 ടു അനിൽ. അനിൽ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഗുഡ്സ് നമ്മൾ വിറ്റു, പക്ഷേ എന്ത് തന്നിട്ടില്ല? പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. കടത്തിനാണ് സെയിൽ ചെയ്തത്. അപ്പോൾ ഇവിടെ ക്യാഷ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അനിൽ എന്ന് പറയുന്ന ആൾ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു അസറ്റാണ്. എന്തുകൊണ്ടാണ് അസറ്റായത്? കാരണം ഇയാൾ എന്താണ്? ഒരു സൺട്രി ഡെപ്റ്ററാണ്. സൺട്രി ഡെപ്റ്ററും ക്രെഡിറ്ററും എന്താണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ അവിടെ അസറ്റ് കൂടുന്നു, കാരണം അനിൽ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് സൺട്രി ഡെപ്റ്ററാണ്. ഇയാൾ എപ്പോഴായാലും നമുക്ക് എന്ത് തന്നേ പറ്റൂ? പൈസ നമുക്ക് തന്നേ പറ്റൂ. അപ്പോൾ അത്തരത്തിൽ ഇയാൾ പൈസ തരുന്നത് കൊണ്ടാണ് ഇതിനെ അസറ്റായിട്ട് കണക്കാക്കുന്നത്. അസറ്റ് ഇവിടെ കൂടുന്നു. അസറ്റ് കൂടിയാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതേപോലെ ഞാൻ പറഞ്ഞു, ഗുഡ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് സെയിൽസ് എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ ഉള്ളിൽ കാണിക്കും. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകമാണ്. ഇൻകം കൂടുന്നു. ഇൻകം കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് അനിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, 15,000 കാണിച്ചു. സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു, എത്ര കാണിച്ചു? 15,000 കാണിച്ചു.